വേദപുസ്തകത്തിൽ ഇസ്രായേൽ ജനതയെ കനാൻ ദേശത്തേക്ക് നയിച്ച ശക്തനായ ഒരു നേതാവായിരുന്ന യോശുവയുടെ ഒരു ഹ്രസ്വ ജീവചരിത്രമാണ് പറയുന്നത്. മോശയ്ക്ക് ശേഷം ഇസ്രായേൽ ജനത്തെ കനാൻ ദേശത്തേക്ക് നയിക്കുവാൻ ദൈവം തെരഞ്ഞെടുത്ത ഒരു അനുഗ്രഹീത നേതാവായിരുന്നു യോശുവ. മോശയെപ്പോലെ ഒരു ദൈവഭക്തനായിരുന്നു യോശുവയും. മറ്റുള്ളവരുടെ ആവശ്യങ്ങളെ കേൾക്കാനും മനസ്സിലാക്കാനും തക്ക അലിവുള്ള ഒരു ഹൃദയം അവന്റെ പ്രത്യേകത ആയിരുന്നു. അവൻ വിശ്വസ്തനും സത്യസന്ധനും ആയിരുന്നു. മിസ്രൈമിൽ നിന്ന് സീനായി മരുഭൂമിയിലൂടെ കനാനിലേക്ക് മോശയോടൊപ്പം യോശുവ ഉണ്ടായിരുന്നു. മോശയുടെ നേതൃത്വത്തെ യോശുവ നോക്കിക്കണ്ടു. മോശ സീനായി മലയിൽ ചെന്ന് ദൈവത്തെ അഭിമുഖമായി കാണുമ്പോൾ യോശുവ അവനെ അനുധാവനം ചെയ്ത് മലയുടെ അടിവാരത്ത് കാത്തിരുന്നു. മോശ സീനായി മലയിറങ്ങി വരുന്നതുവരെ അനുസരണത്തോടും ബഹുമാനത്തോടും കൂടെ കാത്തിരുന്നു. ഇത് ദൈവത്തോടുള്ള വലിയ ആദരവിൻ്റെയും മോശയുടെ വിശ്വസ്തദാസൻ എന്നതിൻ്റെയും അടയാളമായിരുന്നു. പുറപ്പാട് പുസ്തകം 24 അധ്യായത്തിൽ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം യുദ്ധത്തിൽ ഒരു യോദ്ധാവായി അമാലേക്യരുടെ മേൽ വിജയം കൈവരിപ്പാൻ അവൻ മോശയെ സഹായിച്ചു. ഇസ്രായേൽ ജനത്തിന്റെ മരുഭൂമിയിലെ ആദ്യത്തെ പോരാട്ടം ഇതായിരുന്നു. അങ്ങനെ മോശ യോശുവയെ തന്റെ കൂടെ നിർത്തി അവനിൽ കണ്ട വിശ്വസ്തതയെ അംഗീകരിച്ചു. പുറപ്പാട് പുസ്തകം 17 അധ്യായം 8 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. ഇത് യോശുവയുടെ ജീവിതത്തിലെ ഒരു സുപ്രധാന ഏട് ആയിരുന്നു. കനാൻ ഒറ്റുനോക്കുന്നതിനായി ഓരോ ഗോത്രത്തിൽ നിന്നും ഒരാളെ വീതം മോശ നിയോഗിച്ചപ്പോൾ യോശുവയും അക്കൂട്ടത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ടു. ദേശം ഒറ്റുനോക്കുവാൻ പോയ മറ്റുള്ളവർ മടങ്ങി വന്ന് കനാൻ കീഴടക്കുന്നത് അസാധ്യം എന്ന് പറഞ്ഞപ്പോൾ യോശുവയും കാലേബും ദൈവത്തിന്റെ ശക്തിയെ ഉയർത്തിപ്പിടിച്ച് ആ ജനത്തെ കീഴടക്കാൻ നമുക്ക് സാധ്യമാകും എന്ന് ദൈവത്തിൽ ധൈര്യപ്പെട്ട് അവർ പറഞ്ഞു. ഒരു വിശ്വസ്ത സേവകൻ എന്ന നിലയിൽ മാത്രമല്ല, ഇസ്രായേൽ ജനത്തെ പിൽക്കാലത്ത് നയിക്കുവാൻ കഴിയുന്ന ഒരു നേതാവ് കൂടിയാണ് യോശുവ എന്ന് മോശ തിരിച്ചറിഞ്ഞു. നൂന്റെ മകൻ യോശുവയെ ഇസ്രായേലിന്റെ നേതാവായി ദൈവം തനിക്ക് ശേഷം നിയോഗിച്ചിരിക്കുന്നു എന്ന് മോശ ജനത്തെ അറിയിച്ചു. അങ്ങനെ യോശുവയെ ഇസ്രായേലിന്റെ നേതാവായി മോശ നിയോഗിച്ചു. യോശുവ ദൈവീക സമർപ്പണത്തോടെ അത് ഏറ്റെടുത്തു. ദൈവം തെരഞ്ഞെടുത്ത ഒരു യുവ നേതാവായി യോശുവ തീർന്നു. ദൈവത്തിലുള്ള അടിയുറച്ച വിശ്വാസവും അനുസരണവും ധൈര്യവും അവനുണ്ടായിരുന്നു. മോശയുടെ ജീവിതത്തിന് ദൈവം പരിസമാപ്തി വരുത്തി. അവൻ വാഗ്ദത്ത ഭൂമിയിലേക്ക് പ്രവേശിക്കുകയില്ല എന്ന് യഹോവ അറിയിച്ചു. തന്റെ ദൗത്യം പൂർണ്ണമായി എന്ന് മോശ തിരിച്ചറിയുകയും ചെയ്തു. വാദപ്രതിവാദങ്ങൾ ഒന്നുമില്ലാതെ ദൈവത്തിന്റെ തീരുമാനത്തിന് തന്നെ വിട്ടുകൊടുത്തു. മോവാബ് ദേശത്ത് ബത്പയോരിനരികെയുള്ള താഴ്വരയിൽ മോശ മരിച്ച് അടക്കം ചെയ്യപ്പെട്ടു. ഇങ്ങനെ മോശയുടെ ദൗത്യം അവസാനിക്കുമ്പോൾ യോശുവയുടെ ദൗത്യം ആരംഭിക്കുന്നു. യോശുവയുടെ പുസ്തകം ഇക്കാര്യം പങ്കുവെക്കുന്നു. യോശുവയ്ക്ക് ഒരു വലിയ ദൗത്യം ഉണ്ടായിരുന്നു. ഇസ്രായേൽ ജനത്തെ വാഗ്ദത്ത ഭൂമിയായ കനാൻ ദേശത്ത് എത്തിക്കുക എന്നത്. കനാൻ കീഴടക്കി ഗോത്രങ്ങളെ ഓരോ ഗോത്രങ്ങളായി താമസിപ്പിക്കുക എന്നുള്ളത് നിസ്സാരമായ ഒരു കാര്യമേ ആയിരുന്നില്ല. എന്നാൽ യോശുവ ധൈര്യപൂർവം അത് ഏറ്റെടുക്കുന്നത് ഈ വേദപുസ്തകം പഠിപ്പിക്കുന്നു. ഏറിയ നാളത്തെ കാത്തിരിപ്പായിരുന്നു കനാൻ ദേശം സ്വന്തമാക്കുക എന്നത്. ഒരു നീണ്ടകാലത്തെ സ്വപ്നമായിരുന്നു. അതിലേക്കുള്ള പ്രയാണം ആരംഭിച്ചിരിക്കുന്നുവെന്ന് യോശുവയ്ക്ക് മനസ്സിലായി. യഹോവ അബ്രഹാമിന് കൊടുത്ത വാഗ്ദാനം യോശുവയിലൂടെ പൂർത്തീകരിക്കപ്പെടുന്നു. കനാൻ ദേശം വിവിധ ജാതികൾ അധിവസിച്ചു വന്ന ദേശമായിരുന്നു. സുശക്തമായ കോട്ട സംവിധാനവും ശക്തരായ യോദ്ധാക്കളും അതിൻ്റെ പ്രത്യേകതകൾ ആയിരുന്നു. എന്നാൽ യോശുവ ഭയപ്പെടാതെ യഹോവയിൽ ആശ്രയിച്ച് ജനത്തെ നയിച്ചു. ദൈവം തന്റെ ജനത്തെ നയിക്കുന്നതിനായി യോശുവയോട് ആവശ്യപ്പെട്ടപ്പോൾ അവൻ പൂർണ്ണമായി ദൈവത്തിൽ വിശ്വസിച്ച് അത് ഏറ്റെടുത്തു. ഇതിനായി ദൈവം ആവശ്യപ്പെട്ടത് അവന്റെ കൽപ്പനകളെ അനുസരിക്കുക എന്ന് മാത്രമായിരുന്നു. ന്യായപ്രമാണ പുസ്തകത്തിൽ ഉള്ളത് നിന്റെ വായിൽ നിന്ന് നീങ്ങിപ്പോകരുത്. അതിൽ എഴുതിയിരിക്കുന്നത് പോലെ ഒക്കെയും പ്രമാണിച്ച് നടക്കേണ്ടതിന് നീ രാവും പകലും അത് ധ്യാനിച്ചു കൊണ്ടിരിക്കണം.
എന്നാൽ നിന്റെ പ്രവൃത്തി സാധിക്കും, നീ കൃതാർത്ഥനായിരിക്കും. യോശുവ 1-ാം അധ്യായം 8-ാമത്തെ വാക്യം. ജനത്തിനു മുമ്പാകെ അവന്റെ നേതൃത്വത്തെ വെളിപ്പെടുത്തുന്ന ആദ്യത്തെ സംഭവമായിരുന്നു നിറഞ്ഞു കവിയുന്ന യോർദാൻ കടന്ന് കനാൻ ദേശത്തേക്കുള്ള യാത്ര. യോർദാന്റെ കരയിൽ അവർ പകച്ചു നിൽക്കുമ്പോൾ ദൈവം പറഞ്ഞു, നിയമപ്പെട്ടകവുമായി പുരോഹിതന്മാർ മുൻപേ യാത്ര ചെയ്യട്ടെ. അവരുടെ കാൽ വെള്ളത്തിൽ സ്പർശിക്കുമ്പോൾ യോർദാൻ നദിയിലെ വെള്ളം ചിറ പോലെ നിൽക്കുമെന്നും ഉണങ്ങിയ നിലത്തിലൂടെ മറുകര എത്തുമെന്നും അറിയിച്ചു. പുരോഹിതന്മാരുടെ കാൽ വെള്ളത്തിൽ സ്പർശിച്ചപ്പോൾ യോർദാൻ നദിയിലെ വെള്ളം ചിറ പോലെ ഉയർന്നു നിന്നു. മോശ ചെങ്കടൽ കടന്നതുപോലെ യോശുവ യോർദാൻ നദി കടന്നു. യോശുവയുടെ പുസ്തകം 3-ാം അധ്യായം. സാധാരണമായ ദൈവത്തിന്റെ ശക്തി വെളിപ്പെടുത്തുന്ന ഈ വലിയ സംഭവത്തിലൂടെ മോശയ്ക്ക് ശേഷം യോശുവയാണ് ഞങ്ങളെ നയിക്കേണ്ടത് എന്ന് ജനം തിരിച്ചറിയുന്നു. അവർ യാത്ര തുടർന്നു. അവരുടെ മുമ്പിൽ എരിഹോവിന്റെ വൻമതിൽ വഴിമുടക്കി ഉയർന്നു നിന്നു. ദൈവത്തിന്റെ കരമില്ലാതെ മുന്നോട്ട് പോകുന്നത് അസാധ്യമെന്ന് യോശുവ തിരിച്ചറിഞ്ഞു. എരിഹോ പട്ടണം വൻമതിൽ കൊണ്ട് സംരക്ഷിക്കപ്പെട്ടിരുന്നു. ഇവിടെ ദൈവം യോശുവയ്ക്ക് നൽകിയത് വ്യത്യസ്തമായ ഒരു ഉപദേശമായിരുന്നു. അവർ എരിഹോ പട്ടണത്തിന് ചുറ്റും നടക്കണം. 7-ാം ദിവസം കൈവശമുള്ള കാഹളം ശക്തിയോടുകൂടെ മുഴക്കണം. അവർ 6 ദിവസം എരിഹോ മതിലിന് ചുറ്റും നടക്കുകയും 7-ാം ദിവസത്തിൽ യോശുവ പറഞ്ഞതുപോലെ എല്ലാവരും കാഹളം ഊതുകയും ചെയ്തു. എരിഹോ പട്ടണം അതിൽ തകർന്നു വീണു. ഇസ്രായേൽ പട്ടണം കൈവശമാക്കി. യോശുവ 6-ാം അധ്യായം. അമോര്യരുമായുള്ള യുദ്ധത്തിൽ യോശുവ ദൈവത്തോട് സൂര്യനും ചന്ദ്രനും നിശ്ചലമാകുന്നതിന് സംസാരിച്ചു. അമോര്യരുടെ മേൽ വിജയം കൈവരിക്കുന്നതിന് ഇത് ആവശ്യമായിരുന്നു. സൂര്യനും ചന്ദ്രനും നിശ്ചലമാകുന്ന ഒരു സംഭവം ഇതിനു മുമ്പോ പിൻപോ ഒരിക്കലും ഉണ്ടായിട്ടില്ല. സൂര്യൻ ആകാശമധ്യേ ഒരു ദിവസം മുഴുവൻ അസ്തമിക്കാതെ നിന്നു. യോശുവയുടെ പുസ്തകം 10-ാം അധ്യായം 12 മുതൽ ഉള്ള വാക്യങ്ങൾ. ദൈവീയ കൽപ്പനകളെ പ്രമാണിക്കുന്നതിൽ യോശുവ ധൈര്യത്തോടെ ജനത്തെ ഉപദേശിച്ചു നയിച്ചു. ദൈവവിശ്വാസവും ഉറപ്പും ധൈര്യവും ജനത്തിന് നൽകി. ഇത് യോശുവയെ നിരവധി വിജയങ്ങൾ കരസ്ഥമാക്കുവാൻ സഹായിച്ചു. കനാൻ ദേശത്തിലെ രാജാക്കന്മാരുടെ മേൽ അവൻ വിജയം നേടി. ധൈര്യശാലിയായ ഒരു നേതാവായി അവർ യോശുവയെ കണ്ടു. അവന്റെ നേതൃത്വത്തെ അനുസരിച്ച് നടന്നു. അവസാന നാളുകളിലേക്ക് വരുമ്പോൾ ദൈവജനത്തെ ഉടമ്പടിയുടെ പുതുക്കത്തിനായി വിളിക്കുന്നത് കാണാം. യഹോവയാണ് ഈ വിജയങ്ങളെല്ലാം നൽകിയത് എന്ന് അവൻ അവരെ ഓർമ്മിപ്പിച്ചു. അതുകൊണ്ട് ദൈവവുമായി ഒരു ഉടമ്പടി പുതുക്കൽ അനിവാര്യമാണ് എന്ന് ജനത്തെ മനസ്സിലാക്കി കൊടുത്തു. ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും എന്ന പ്രസിദ്ധമായ പ്രതിജ്ഞ എല്ലാ കാലത്തും വിശ്വാസികളുടെ ശ്രേഷ്ഠമായ ഒരു പ്രഖ്യാപനമായി നിലനിൽക്കുന്നു. ഇങ്ങനെ യോശുവ ദൈവം തന്നെ ഏൽപ്പിച്ച യാത്ര വിശ്വസ്തയോടും വിശ്വാസത്തോടും അനുസരണയോടും കൂടെ പൂർത്തീകരിച്ചു. യോശുവ ദൈവത്തിൽ ആശ്രയിച്ചത് സംശയത്തോടെ ആയിരുന്നില്ല, ഉറപ്പോടും ധൈര്യത്തോടും ആയിരുന്നു. ഇത് യോശുവയെ ഇസ്രായേലിന്റെ ചരിത്രത്തിലെ ശക്തനായ ഒരു നേതാവാക്കി മാറ്റി. ദൈവജനത്തെ കനാൻ ദേശത്തെ കൈവശമാക്കുന്നതിന് അവരെ ഗോത്രം ഗോത്രമായി ചുമതലപ്പെടുത്തി. പുതിയ ഒരു രാജ്യത്തിന്റെ അടിസ്ഥാനം ഇടുവാൻ യോശുവയിലൂടെ സാധിച്ചു. യോശുവയുടെ ജീവിതം നമ്മെ ഓർപ്പിക്കുന്നത് ദൈവം വിശ്വസ്തനാണ്. അവന്റെ വാഗ്ദാനങ്ങൾ നിറവേറ്റുന്നതിൽ അവൻ ഒരു മുടക്കവും വരുത്തുകയില്ല. അനുസരിക്കുക മാത്രം ചെയ്യുക.